വെൽക്കം ബാക്ക് ടു ഗുഡ്വിൽ പാചകം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നാരങ്ങ അച്ചാറാണ്. വെള്ള നാരങ്ങ അച്ചാർ അതീവ രുചികരമായി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നാരങ്ങ വെള്ളയച്ചാർ ഇടാനായിട്ട് നമ്മളിവിടെ 1 കിലോ നാരങ്ങ 4ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ക്യൂബ് പീസുകളായിട്ടാണ് നമ്മൾ കട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ നാരങ്ങയിലോട്ട് നമുക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഉപ്പും നാരങ്ങയും കൂടെ നന്നായി മിക്സ് ചെയ്ത് വെക്കാം. നമ്മുടെ ഉപ്പ് നാരങ്ങയിലോട്ട് നന്നായി പിടിക്കാനായിട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് ഏകദേശം അരമണിക്കൂറോളം നമ്മുടെ നാരങ്ങ റെസ്റ്റിന് വെക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം വേണം വെക്കാനായിട്ട്. ഏകദേശം അരമണിക്കൂറോളം നമ്മുടെ നാരങ്ങ നന്നായി ഉപ്പുമായി റെസ്റ്റിലിരുന്ന് ആയിട്ടുണ്ട്. നന്നായി ഉപ്പെല്ലാം നമ്മുടെ നാരങ്ങയിലോട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിനി നാരങ്ങ എങ്ങനെ അച്ചാറിടാമെന്ന് നോക്കാം. നമ്മുടെ നാരങ്ങ അച്ചാറിടാനായിട്ട് നമ്മുടെ ചീനിച്ചട്ടി റെഡിയാണ്. നമ്മുടെ ചീനിച്ചട്ടിയിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ ഒഴിച്ചാലും നന്നായിരിക്കും. നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണയിലോട്ട് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുകൊന്ന് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉലുവ ഒന്ന് മൂത്ത് ലൈറ്റ് ബ്രൗൺ കളറായി വരണം. നമ്മുടെ ഉലുവ മൂത്ത് ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 50 ഗ്രാം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് 100 ഗ്രാം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ 100 ഗ്രാം വെളുത്തുള്ളി നമുക്ക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയുടെയും കൂട്ടത്തിൽ തന്നെ നമുക്ക് 50 ഗ്രാം പച്ചമുളക് കനത്തിൽ റൗണ്ടിൽ അരിഞ്ഞെടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 3 തണ്ട് നാടൻ കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഏകദേശം ഒരു 3 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ നന്നായി ഒന്ന് വാട്ടിയെടുക്കണം. ഏകദേശം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും 3 മിനിറ്റ് നന്നായി ഹൈ ഫ്ലെയിമിൽ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം സ്ലോയിലാക്കി നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായി ഒന്ന് മൂത്ത് വരണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഫ്ലെയിം സ്ലോയിലായിരിക്കണം. നമ്മുടെ കായപ്പൊടി മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ നാരങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി നമുക്കൊരു 8 മിനിറ്റോളം മൂടി വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 8 മിനിറ്റോളം നമ്മുടെ നാരങ്ങ മീഡിയം ഫ്ലെയിമിലിരുന്ന് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി മാറ്റി നോക്കാം. നമ്മുടെ നാരങ്ങയിൽ ജലാംശം എല്ലാം നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ അച്ചാറിലോട്ട് 3 ടേബിൾ സ്പൂൺ വിനീഗർ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അച്ചാറിലോട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ നാരങ്ങ അച്ചാറിൻ്റെ കയ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്
4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തോളൂ. ഒരു കുഴപ്പവുമില്ല, നമ്മുടെ മധുരം ഒന്നും കൂടി പോകില്ല. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ നാരങ്ങയിൽ 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്താണ് നമുക്ക് ഈ അവസരത്തിൽ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി നമ്മുടെ അച്ചാറിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പഞ്ചസാരയും ഉപ്പും എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അച്ചാർ ഏകദേശം 3 മിനിറ്റോളം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. ഇനി നമ്മുടെ അച്ചാറിൻ്റെ ചൂട് നല്ലവണ്ണം ആറിയ ശേഷം വെള്ളമയം ഒട്ടുമില്ലാത്ത ഒരു നല്ല ചില്ല് ഭരണിയിൽ നമ്മുടെ അച്ചാർ ഒരാഴ്ചയോളം സൂക്ഷിച്ച ശേഷം നമുക്ക് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ വെള്ള നാരങ്ങ അച്ചാർ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വെള്ള നാരങ്ങ അച്ചാറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. താങ്ക് യു.